ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 25 മുതൽ 37 വരെ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. അവനവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടയച്ചു പോയി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്നവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഈ പരിചിതമായ ഉപമ നമ്മൾ പരിശോധിച്ച് തുടങ്ങി കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഉപമ അതേപടി ആദ്യോടന്തം പരിശോധിക്കുകയല്ല ചെയ്യുന്നത്. മുറിവേറ്റ് വഴിയിൽ കിടന്ന മനുഷ്യനോട് പല ആളുകൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. കള്ളന്മാരെങ്ങനെ പ്രതികരിച്ചു, പുരോഹിതൻ എങ്ങനെ പ്രതികരിച്ചു, ലേവ്യൻ എങ്ങനെ പ്രതികരിച്ചു, പിന്നെ ശമരിയക്കാരൻ എങ്ങനെ പ്രതികരിച്ചു. ഇതിനകത്തെ കീ പേഴ്സൺ എന്ന് പറയുന്നത് മുറിവേറ്റ് വഴിയിൽ കിടന്ന ആളാണ്. അപ്പൊ അയാളോടുള്ള ബന്ധത്തിലാണ് എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നാം പരിശോധിക്കുന്നത്. കള്ളന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ചൂഷണ വസ്തുവായിരുന്നു ഈ മുറിവേറ്റ ആള്. അത് എങ്ങനെയൊക്കെയാണ് അവര് ചൂഷണം ചെയ്തതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. കള്ളന്മാരുടെ ഫിലോസഫി, തത്വശാസ്ത്രം ഓർക്കുന്നുണ്ടോ? നിന്റേതെല്ലാം എന്റേതാണ്. പള്ളിയിൽ ഒരുപാട് കള്ളന്മാരുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആത്മീയ പ്രവർത്തകരെ, പാസ്റ്റർമാരൊക്കെ കുറെ പേര് വന്നു കിട്ടുമ്പോൾ ആഗ്രഹിക്കുന്നത്, രക്ഷപ്പെട്ടു, ഇവരുടേതെല്ലാം എങ്ങനെയെങ്കിലും പിടിച്ച് ഞങ്ങളുടേതാക്കണം, ആ തരത്തിൽ നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകും എന്ന തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ വരുത്തേണ്ടതാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിനെയാണ് എടുക്കുന്നത്, ദ പ്രീസ്റ്റ് ആൻഡ് ദ ലെവൈറ്റ്, പുരോഹിതനും ലേവ്യനും. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു ശല്യം. അവരൊരു പ്രത്യേക ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് ആ ദൗത്യം കഴിഞ്ഞു മടങ്ങുകയോ ദൗത്യത്തിന് പോവുകയോ ആയിരുന്നു നമുക്കറിയാൻ പാടില്ല. അത് പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും അവിടെ വന്നു. പക്ഷെ അവരുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് അറിയാം. പുരോഹിതനും ലേവ്യനും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പൊ ആത്മീയ ശുശ്രൂഷ തിടക്കത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വഴി കിടക്കുന്ന ഒരുത്തന് ഒരു ശല്യക്കാരനാണ്. എങ്ങനെയെങ്കിലും അതിനെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ റോഡിന്റെ മറുവശം പിടിച്ചു പോയെന്നാണ്. ശ്രദ്ധിച്ചു വായിച്ചാൽ അത് കാണാൻ കഴിയും. സോ ഇറ്റ് വാസ് എ നോയിസൻസ് ടു അവോയ്ഡ്. അവരെ സംബന്ധിച്ച് ഒരു നോയിസൻസ് ആണ്, ഒരു തലവേദനയാണ്. ഇത് ഇപ്പൊ ഇവിടെ വന്ന് വീഴണോ എന്ന് അവർ ചിന്തിക്കുകയാണ്. എന്നിട്ട് അത് ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത്. ഒന്നാമത് ഓർക്കേണ്ട ഒരു കാര്യം, യെരുശലേമിൽ നിന്ന് എരിഹോ പട്ടണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പുരോഹിതനും ലേവ്യനും അവിടെ വരാൻ എന്താ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ഉപമയാണ്. പറഞ്ഞ ഉപമയ്ക്ക് ഒരു സജീവത്വം ഉണ്ടാകണമെങ്കിൽ ടോട്ടൽ ഇമാജിനേഷൻ ആകാൻ പാടില്ല. യേശു പറഞ്ഞതൊന്നും അങ്ങനല്ല. മനസ്സിലായോ? കഥയിൽ ചോദ്യമില്ല അവിടെ പുരോഹിതൻ ഉണ്ടാകും എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ആ ആളുകൾക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാകണം. എരിഹോ പട്ടണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതൊരു പൗരോഹിത്യ പട്ടണമാണ്, പ്രീസ്റ്റ്ലി സിറ്റി. അവിടെ ഒരുപാട് പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന വഴി അവിടെ മിക്കവാറും പുരോഹിതന്മാരെയും ലേവ്യരെയും കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചോദ്യം, അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു വഴിയാണെങ്കിൽ ആ വഴി കള്ളന്മാര് വന്ന് ആക്രമിക്കത്തക്ക തരത്തിൽ എന്തുകൊണ്ട് അപകടം പിടിച്ചതായിട്ട് കിടന്നു? മതനേതൃത്വമാണ് മിക്കവാറും അവിടുത്തെ സാമൂഹിക കാര്യങ്ങളെല്ലാം തന്നെ
നിയന്ത്രിച്ചിരുന്നത്. ഒരു ഗവർണർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പീലാത്തോസിനെ പോലെ ഒരു ഗവർണർ ഉണ്ടാകും. പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവിടെ ഒരു രാജാവും പുരോഹിതന്മാരും മഹാപുരോഹിതനൊക്കെ ഉണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അവര് സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയില് ഇതുപോലത്തെ അപകടം പതിയിരിക്കുന്നത് എന്ത് എന്നൊരു അത്ഭുതം നമ്മുടെ മനസ്സിൽ തോന്നാം. മത നേതൃത്വം കള്ളന്മാരെ ഇല്ലാതാക്കാനായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അവിടെ കള്ളന്മാര് ഇല്ലാത്ത തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള സഞ്ചാരപാത ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ മതനേതൃത്വം പരാജയപ്പെട്ടിരുന്നു എന്നും അവിടെ സൂചനയുണ്ട്. ഉപമയിൽ പല കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഇതും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ആളുകൾക്ക് സുരക്ഷിതത്വ ജീവിതം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നും ഈ ന്യായശാസ്ത്രിക്ക് മനസ്സിലായി കാണും യേശു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ആ വഴി അവര് കള്ളന്മാർക്ക് വിട്ടുകൊടുത്തിരുന്നത് എന്നുള്ളത് വ്യക്തമല്ല. കാരണം അതവിടെ പറഞ്ഞിട്ടില്ല. ഈ അപകടങ്ങളൊക്കെ പതിയിരിക്കെ തന്നെയാണ് ഒരു പുരോഹിതനും ലേവ്യനും ആ വഴി കടന്നു വരുന്നത്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് മുറിവേറ്റ ഈ മനുഷ്യനെ സഹായിക്കാൻ അവരെന്തെങ്കിലും ചെയ്യും എന്ന് നാം പ്രതീക്ഷിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ആ പ്രതീക്ഷയില്ല, കാരണം കഥ അറിയാവുന്നതുകൊണ്ട്. ആദ്യമായിട്ട് ഈ ഉപമ കേട്ട ന്യായശാസ്ത്രി തീരുമാനിച്ചാണ് മിക്കവാറും ഈ വന്ന രണ്ടാളുകളും മുറിവേറ്റ് കിടന്ന ആളെ സഹായിച്ചു എന്ന് പ്രതീക്ഷിച്ചു കാണും. എന്നാൽ അവർ രണ്ടുപേരും മാറി കടന്നുപോയി, ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. 31, 32 വാക്യങ്ങൾ നോക്കുമ്പോൾ ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അവിടെ മാറി കടന്നുപോയി എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഹി പാസ്ഡ് ബൈ ഓൺ ദി അതർ സൈഡ് ഓഫ് ദി റോഡ് എന്നാണ്. റോഡിന്റെ ഒരു സൈഡിലായിരിക്കും ഇയാൾ മുറിവേറ്റ് കിടക്കുന്നത്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പുറത്തെ വഴിക്ക് പോകാതെ തന്നെ മാറി കടന്നുപോയി. കാരണം ഈ സൈഡിൽ പോയാലേ അനുമനെ നേരിട്ട് കാണേണ്ടി വരുള്ളൂ. റോഡ് ക്രോസ് ചെയ്ത് അങ്ങേ സൈഡിലേക്ക് പോകാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അങ്ങേ സൈഡിലേക്കാണ് 32 വാക്യം ഇംഗ്ലീഷിൽ ലുക്ഡ് ഓൺ ഹിം ആൻഡ് പാസ്ഡ് ബൈ ഓൺ ദി അതർ സൈഡ് എന്നാ. അവനെ നോക്കി, അവനെ കണ്ടു. കണ്ടതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മറു സൈഡ് പിടിച്ചത്. അവനില്ലായിരുന്ന നേരെ തന്നെ അങ്ങ് പോയേനെ. തന്മയത്വത്തോടു കൂടിയാണ് ഈ ഉപമ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്ന് ഓർക്കണം. അപ്പൊ പുരോഹിതനും ലേവ്യനും ഇങ്ങനെ പ്രവർത്തിച്ചതിന് നമുക്ക് പല ന്യായങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അവർക്കും പല ന്യായങ്ങൾ കാണും. അവരെ പിടിച്ചു നിർത്തിയിട്ട്, ഹലോ, എന്താ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇത് കണ്ടിട്ടങ്ങ് പോകും? നിങ്ങളൊരു പുരോഹിതനല്ലേ, നിങ്ങളൊരു ലേവ്യനല്ലേ എന്ന് ചോദിച്ചാൽ അവർക്കും ന്യായങ്ങൾ പറയാൻ കാണും. അവരെ വിലയിരുത്തുന്ന നമുക്കും അല്ലെങ്കിൽ ന്യായശാസ്ത്രിക്കും പറയാൻ കാണും. അങ്ങനെ അവർ തിരക്ക് പിടിച്ചൊരു കാര്യത്തിന് പോകുകയല്ലേ, അവർക്കിപ്പോ ഇത് നോക്കാൻ നേരമുണ്ടോ എന്ന മട്ടിൽ പല ന്യായങ്ങൾ ഈ സംഭവം കേട്ട ആളുകൾക്കും ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്കും പറയാൻ കാണും എന്ന് ഉറപ്പാണ്. ഇതുപോലെ നമ്മളും പലപ്പോഴും റോഡിൽ കിടക്കുന്ന ആളെ അല്ലെങ്കിലും നമ്മുടെ സഭയിൽ അങ്ങേപ്പുറത്തിരിക്കുന്ന ആളെ, അല്ലെ, നമ്മുടെ വീടിന്റെ അങ്ങേപ്പുറത്തുള്ള ആളെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മാറി കടന്നു പോകാറുണ്ട്. ആ സൈഡിൽ പോകാതെ അത് കണ്ടില്ല എന്ന് വിചാരിച്ച് വേറൊരു വഴിക്ക് പോകാറുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാത്തതിന് പല ന്യായങ്ങൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമുക്ക് തോന്നാറുണ്ട്, പറയാറുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അയാളെ മിണ്ടിയിട്ട് വേണ്ടേ, അയാൾ നോക്കിയിട്ട് വേണ്ടേ? ഞാൻ അങ്ങോട്ട് ചെന്നാലും അയാള് മൈൻഡ് ചെയ്യാറില്ല. പിന്നിപ്പോ ഫ്ലാറ്റ് കൾച്ചറാണെങ്കിൽ പറയും, ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിൽ ആളുണ്ടോന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന മട്ടിൽ വാസ്തവത്തിൽ നമ്മളും എന്താ ചെയ്യുന്നത്? മാറി കടന്നു പോവുകയാണ്. റോഡിന്റെ സൈഡ് മാറി കടന്ന് പോവുകയാണ്. അതിനകത്ത് എന്താ ഇത്ര അത്ഭുതപ്പെടാനായിട്ട് എന്ന് നമുക്ക് തോന്നാം. എക്സ്ക്യൂസസ്, പലതരത്തിലുള്ള ഒഴികഴിവുകൾ ന്യായമായിട്ട് തന്നെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ ഈ ഉപമ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ചില ന്യായങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഈ പുരോഹിതനും ലേവ്യനും അവർ പറയാൻ സാധ്യതയുള്ള ന്യായങ്ങൾ. ഒന്നാമത് അവര് പറഞ്ഞു കാണും, ഞങ്ങൾ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ആവശ്യത്തിന് ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ദൗത്യം തന്നെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ ഒന്ന് ശുശ്രൂഷിക്കാനല്ല ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഈ വഴി കണ്ടവരെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളതല്ല. അതുള്ളവർ ഞങ്ങളുടെ ഹോളിൽ വരും, അവരെ ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുവരും. അവർക്ക് ഞങ്ങൾ ആവശ്യത്തിന് ശുശ്രൂഷിക്കുന്നുണ്ട്. ശുശ്രൂഷിച്ച് ക്ഷീണിച്ചാണ് ഞങ്ങൾ ഈ വരുന്നത്, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ് എന്ന് അവര് പറഞ്ഞു കാണും. അപ്പൊ ഈ സഭയിൽ നമുക്ക് ദൗത്യങ്ങൾ, കൃപാവരങ്ങൾ ഒക്കെ തന്നിട്ടുള്ളത് ഒരു വ്യക്തിപരമായ സ്വാർത്ഥപരമായ കാര്യത്തിന് ഉപയോഗിച്ചിട്ട് ഇതുകൊണ്ട് മറ്റവർക്ക് ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത തരത്തില് ഞാൻ തന്നെ അതെങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി തന്നതാണെന്നുള്ളൊരു ആശയം വരും അവിടെ. എന്തിനാ കൃപാവരങ്ങൾ തന്നിരിക്കുന്നത്?
പ്രവചനം തന്നിരിക്കുന്നു, അന്യഭാഷ തന്നിരിക്കുന്നു, ആത്മീയ വർധനവിന്, പ്രബോധനത്തിന് ഒക്കെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇതിന് വരുന്നവർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വരം ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ലുക്കിംഗ് ഡൗൺ, അവർ മോശക്കാരാണ്, അവർക്കൊന്നും ഇല്ല, എനിക്കിതുണ്ട് എന്ന് കാണിക്കാൻ ഉള്ള ഒരു വ്യഗ്രത. അപ്പൊ മറ്റുള്ളവരെ മാറി കടന്നു പോയിട്ട് ഞാൻ എന്നെ തന്നെ ഉയർത്തുന്ന, അതാണ് ഇവർ ചെയ്യുന്നത്. ഇതൊന്നും നോക്കാൻ എനിക്ക് നേരെയില്ല. ഇതൊക്കെ വളരെ താഴെക്കടയിലുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ വളരെ ഉന്നതമായ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വി ഹോൾഡ് എ ചർച്ച് ഓഫീസ്, വി ഹോൾഡ് എ മിനിസ്ട്രി, അല്ലെ, ഞങ്ങൾക്ക് സഭയിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങളൊരു ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ഞങ്ങളുടെ ശ്രദ്ധ പതറിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നാൽ ഞങ്ങളതൊന്നും നോക്കാറില്ല എന്ന ഒരു ന്യായം അവർക്ക് തോന്നിക്കാണും. രണ്ടാമത് അവര് പറഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം, ശുശ്രൂഷ കഴിഞ്ഞു വരികയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് എത്ര നേരമായെന്നറിയാവോ? വീട്ടുകാരത്തെയും പിള്ളേരും നോക്കിയിരിക്കുകയാണ്. കാരണം കുടുംബം നോക്കണമെന്നും കൂടി കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്തവൻ സഭയെ എങ്ങനെ നോക്കും, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കും? അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് മണിക്കൂറുകളായി, അതുകൊണ്ട് വേഗം വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിരക്കിട്ട് പോരുകയാണ്, വേഗം പള്ളിയിൽ ചെന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് തീരെ സമയമില്ല. പക്ഷെ അവിടെ നമ്മള് പുരോഹിതന്മാരുടെ ശുശ്രൂഷയെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. പുരോഹിതന്മാരുടെയും ലേവിയരുടെയും ശുശ്രൂഷയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവർക്ക് 24 കൂറുകളുണ്ട്. ശുശ്രൂഷയ്ക്ക് 24 കൂറുകൾ. ഓരോ കൂറിനും ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരാൾക്ക് ശുശ്രൂഷയ്ക്കുള്ള നറുക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സെക്കരിയാവിന്. അപ്പൊ അപ്പോഴാണ് പുള്ളി ശുശ്രൂഷിക്കാനായിട്ട് കയറുന്നത്. അപ്പൊ അതുവരെ പുള്ളി ഫ്രീ ആയിരുന്നു. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് ശുശ്രൂഷിക്കല്ല. അതുകൊണ്ട് നിരന്തരം വീട്ടിലില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയല്ല. ദൈവം വളരെ ഭംഗിയായിട്ടാണ് ആ കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് വെറും ഒരു ഒഴികഴിവാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒത്തിരി നേരമായി, അല്ലെങ്കിൽ എനിക്ക് എളുപ്പം വീട്ടിൽ ചെല്ലണം എന്ന് പറയുന്നത് ഒരു ശരി ഒഴികഴിവാണ്. കാരണം അങ്ങനെ വീട്ടിൽ നിന്ന് ഒരുപാട് നേരം ആബ്സെന്റ് ആകാതിരിക്കാനുള്ള തരത്തിലാണ് ഈ കൂറുകളെയൊക്കെ ദൈവം തന്നെ ക്രമീകരിച്ച് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, പുരുഷന്മാരെല്ലാം ആണ്ടിൽ 3 പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വരേണ്ട സന്ദർഭത്തിലും ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രം വീട്ടിലുണ്ടാവും, അവരെ ആരും ആ സമയത്ത് ഉപദ്രവിക്കുകയില്ല, ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഒരു വശം കൂടെ ഉണ്ട്. അത് പ്രസംഗിക്കാനായിരിക്കും പുരോഹിതൻ പോയത്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുകയാണ്, എനിക്ക് വേഗം വീട്ടിൽ പോകണം, എനിക്ക് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നിവർത്തിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ശുശ്രൂഷിക്കാൻ പോകുന്നത് ഒരു ത്യാഗമാണ് എന്നുള്ളത് ശരിയാണ്. വീട്ടുകാരെയൊക്കെ വിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് ഇങ്ങനെ പോകുന്നതും ട്രാവൽ ചെയ്യുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ ദിവസങ്ങൾ ആലയത്തിൽ താമസിക്കുന്നതും യാഗവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും കരിന്തിരി വെട്ടുന്നതും അതെല്ലാം ഒരു ത്യാഗാത്മകമായിട്ടുള്ള ദൈവം പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷ തന്നെയാണ്. പക്ഷെ മനസ്സലിവും ദയയും സ്നേഹവും ഒക്കെ വേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അതും ചെയ്യാനായിട്ടുള്ള മനസ്സ് നമുക്ക് വേണ്ടേ? അത് എന്നെ വിളിച്ചാക്കിയത് എന്റെ വേല എനിക്കറിയാം, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, വേറൊന്നും എന്റേതല്ല, അതൊന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല, അതിന് വേറെ ആള് വരും, ശമരിയക്കാരൻ പുറകെ വരുന്നുണ്ട്, അവൻ ചെയ്തോളും എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാനൊക്കെയല്ല. കാരണം കർത്താവ് ചോദിച്ചത് കരുണ കാണിച്ചത് ആരാണെന്നാണ്. കരുണ കാണിക്കേണ്ട ഒരു കേസ് നമ്മുടെ മുമ്പിൽ വന്ന് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. യേശു പഠിപ്പിച്ച ഒരു കാര്യം കൂടെ ഈ കാര്യം ഗ്രഹിക്കാനായിട്ട് നമുക്ക് മത്തായി സുവിശേഷത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ, മത്തായി 9-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില്, മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ, 10 മുതൽ 13. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇനിയത്തെ വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. ഈ യാഗമൊക്കെ എന്നും അർപ്പിക്കുന്നതാണ്, അല്ലെ? ആത്മീയ ശുശ്രൂഷകൾ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കരുണ ചെയ്യാൻ എപ്പോഴും ചാൻസ് കിട്ടുകയല്ലോ. വേണമെങ്കിൽ കിട്ടും, ഇതൊരു റെയർ ചാൻസ് ആയിപ്പോ വന്നുകൂടിയിരിക്കും. കാരണം വഴിയിലൊക്കെ ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു റെയർ ചാൻസ് തന്നെയാണ്. അപ്പൊ യാഗം കഴിക്കാൻ എന്നും പുരോഹിതനും ലേവ്യനും എന്തുണ്ട്? അവസരമുണ്ട്. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ പരീശന്മാരെ കുറിച്ചൊക്കെ കർത്താവ് പഠിപ്പിച്ചോ പറഞ്ഞല്ലോ, നിങ്ങള് ജീരകം, ചതകുപ്പ ഇതിലൊക്കെ കൃത്യമായിട്ട് അവതാരം കൊടുക്കുന്നു. പക്ഷെ ന്യായം, ദയ, കരുണ ഇങ്ങനെയുള്ളതൊക്കെ വിട്ടുകളയുന്നു. ന്യായപ്രമാണത്തിൽ ഏതാണ് ഘനമേറിയത് എന്ന് യേശു ചോദിച്ചു.
ഘനമേറിയത് അളന്ന് കൃത്യം ദശാംശം കൊടുക്കുന്നതും യാഗം കഴിക്കുന്നതും അല്ല. നമുക്കൊരു പ്രാവശ്യം ഇച്ചിരി പൈസ കൊടുക്കാൻ പറ്റാതൊക്കെ പോയാൽ എന്താന്ന് കർത്താവിന് നമ്മുടെ ടൈറ്റായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നൊക്കെ കർത്താവിന് മനസ്സിലാക്കിയല്ലേ. അതൊക്കെ ഒരു പ്രമാണമായിട്ട് എടുത്തേക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. കൽപ്പനകൾ അനുസരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു സ്നേഹവും കരുതലും ഒരു സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നത്. അതെന്താണെന്ന് പോയി പഠിപ്പീന്നാ പറഞ്ഞത്. വിമർശനം വന്നത് യേശു ചുങ്കക്കാരോടും പാപികളോടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, ആലയത്തിൽ വന്ന് അത്ര സമയം ചെലവഴിക്കുന്നില്ല. ഞങ്ങളാണ് മുഴുവൻ സമയം ആലയത്തിലാണ്, ശുശ്രൂഷയിലാണ്. യേശു അതിനേക്കാൾ വലിയ ശുശ്രൂഷ അവർക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ അല്ല വിളിക്കാൻ വന്നത്, കാരണം നിങ്ങളൊക്കെ നീതിമാന്മാരാണ്, നിങ്ങൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പക്ഷെ ആവശ്യമുള്ള ഒത്തിരി പേര് ചുങ്കക്കാരും പാപികളും ഒക്കെ ഉണ്ട്. അവരോട് കരുണയുടെ വാക്ക് പറയാൻ ഒരു മനുഷ്യനും ഇല്ല, പ്രത്യാശയുടെ സന്ദേശം കൊടുക്കാനില്ല. അവരെ ന്യായം വിധിക്കുന്ന സന്ദേശമാണ് ആർക്കുള്ളത്? പരീശന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും. അവർക്ക് കരുണയും പ്രത്യാശയും ഒരു ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ കൊടുക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അതാണ് യാഗമല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾ പോയി പഠിക്കുകയും. ഇനി മൂന്നാമതായിട്ട് ചിലപ്പോൾ ഇവർ പറഞ്ഞു കാണും, ഈ പറഞ്ഞൊക്കെ ശരിയാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഇവനിങ്ങനെ ഇപ്പൊ വഴി കിടക്കാൻ ഞാൻ കാരണക്കാരനല്ല. ഞാൻ കാരണക്കാരനായിരുന്നെങ്കിൽ ഞാനല്ല വണ്ടി ഇടിച്ചത്. വണ്ടി ഇടിക്കാത്തവരൊക്കെ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയല്ലേ ഉള്ളൂ. വണ്ടി ഇടിച്ച ആൾക്ക് ചിലപ്പോൾ ഇടിച്ച ആള് തന്നെ ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോയി. സാധാരണ നമുക്ക് ഒരു മനസാക്ഷിയുള്ളവരാണെങ്കിൽ ഇടിച്ചിടുവോന്നും വേണ്ട, മുട്ടിയെ പോലെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി നിർത്തും. നിർത്തിയിട്ട് എന്താണ് സംഭവിച്ചത്, അതിനെന്താ ആശുപത്രി കൊണ്ടുപോകണോ എന്നൊക്കെ അന്വേഷിക്കുമല്ലോ. കാരണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. എന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിട്ടില്ലെങ്കിൽ ഞാനൊരു കാഴ്ചക്കാരനായിട്ട് നിന്നാൽ മതി. പിന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ചെയ്യുന്ന ഉടനെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ കരുണ കാണിക്കാൻ എത്ര പേരുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ നിയമം വരും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാക്ഷി പറയേണ്ടി വരും. പിന്നെ ചിലപ്പോൾ കയ്യിൽ നിന്ന് കാശ് പോയെന്നിരിക്കും. അതുകൊണ്ട് എന്റെ ഫോൾട്ടല്ല, എന്റെ കാര്യമല്ല എന്ന് പറഞ്ഞപ്പോ ഈ പുരോഹിതനും ലേവ്യനും ചിലപ്പോൾ പറഞ്ഞു കാണും, ഇതിപ്പോൾ എന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് വെറുതെ തലയിട്ട് പണി മേടിക്കുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് നൺ ഓഫ് മൈ ഫോൾട്ട്, എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല എന്നിവര് പറയുമ്പോൾ ഇവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. എന്ത്? ഈ റോഡ് സുരക്ഷിതമാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ പോലീസുകാരെ കുറ്റം പറയുന്നത്, ട്രാഫിക് പോലീസിനെ. ട്രാഫിക് പോലീസ് അവിടെ വേണ്ട ഒരു അപകട സൈൻ വെച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടില്ലേ? അല്ലെങ്കിൽ PWD പണിത് പകുതി മുറിച്ചിട്ടിരുന്നു, ഒരുത്തൻ വന്ന് കുഴി ചാടി, അവിടെ ഒരു അപകട സൂചന ഉണ്ടായിരുന്നെങ്കിൽ. നിങ്ങൾ ആനുകാലിക സംഭവങ്ങളൊന്നും നോക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ബൈബിൾ ക്ലാസ്സിന് വന്നിരിക്കുകയാണ്, ബൈബിള് മാത്രം പറഞ്ഞാൽ മതി. അതാണ് ഇവരുടെ കുഴപ്പം. ഇവര് പറയുന്നത് ഞങ്ങൾ ശുശ്രൂഷക്കാരാണ്, അവിടെ മൂടാതെ കിടന്ന കാനയെ കുറിച്ചും ഒടിഞ്ഞുപോയ സ്ലാവിനെ കുറിച്ചും വഴിയെ കിടന്ന ആളെ കുറിച്ചും ഒന്നും ഞങ്ങളോട് പറയണ്ട, ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല. അങ്ങനെയല്ല, അത് ശരിയാക്കാൻ ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. മത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടൊരു കാര്യമായിരുന്നു ജനത്തിന് സുരക്ഷ ഉറപ്പാക്കുക. പക്ഷെ ഇവരെല്ലാം ഈ കയ്യിന്റെ ചോദ്യത്തിലേക്കാണ് മാറുന്നത്. കയ്യിന് എന്താ ചോദിച്ചത്? ഉൽപ്പത്തി 4:9, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ? ഞാൻ ഈ നാട്ടിലെ എല്ലാവരുടെയും കാവൽക്കാരനാണോ? സൂക്ഷിച്ചു പോകണം, കള്ളനുണ്ടെന്നെങ്കിൽ ശ്രദ്ധിച്ചു പോകണം, അല്ലാതെ എനിക്ക് അതിന്റെ എല്ലാ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പലപ്പോഴും നേരെ പറഞ്ഞില്ലെങ്കിലും അടക്കം പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞ് വിടുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം? ഞാൻ എന്റെ അനിയന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചതിന്റെ ഉത്തരം എന്താണ്? നിന്റെ സഹോദരൻ ഏത് വർണ്ണത്തിലും ഏത് വർഗത്തിലും ഏത് രാജ്യത്തിലും പെട്ടവനായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അയൽക്കാരന്റെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്റെ ഇതുപോലെ ബുദ്ധിമുട്ടിൽ കിടക്കുന്ന ഒരാളുടെ നല്ല സ്നേഹിതൻ, നല്ല കൂട്ടുകാരൻ ആകുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ട്, എന്തോ അപാകതയുണ്ട്. അതൊരു സ്വാർത്ഥപരമായ വിശ്വാസമാണ്. നിസ്വാർത്ഥത ഉണ്ടാകുന്നില്ല. ഞാനും എന്റെ കാര്യവും, വേറെ ഒന്നിലും ഞാൻ ഇടപെടുന്നില്ല. ഇതൊന്നും എന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളല്ല. ഞാൻ എന്റെ കാര്യം നോക്കി വേറെ ആരുടെയും കാര്യങ്ങളൊന്നും നോക്കാതെ അങ്ങനെയാണോ ഒരു വിശ്വാസി ജീവിക്കേണ്ടത്? അതുകൊണ്ടായിരിക്കും ഈ പുള്ളി ചോദിച്ചത് എന്റെ കൂട്ടുകാരൻ ആര്? അതറിയാൻ പാടില്ല. ആവശ്യത്തിലുള്ള ഒരാളാരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് എന്റെ കൂട്ടുകാരൻ ആര്. നമ്മുടെ വിശ്വാസികളുടെ കൂട്ടത്തിലും അങ്ങനെ ചിന്തിക്കുന്ന ഉറക്കെ ചോദിക്കാറില്ലായിരിക്കും. അതെന്റെ കാര്യമല്ലല്ലോ, അത് അവനും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതായിരുന്നു, ഞാനിപ്പോ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പൊ അവർക്ക് മനസ്സിലും കരുണയും സഹാനുഭൂതിയും ഒന്നും അവരുടെ മനസ്സിൽ ഇല്ല. അങ്ങനെ ഒരാൾ എങ്ങനെ വിശ്വാസിയാകും എന്നാണ് യേശു ഈ ആളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു എക്സ്ക്യൂസും കൂടെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ,
ഇവര് ചിന്തിച്ചാണ് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ഒക്കെയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ശുശ്രൂഷയ്ക്ക് അവസരമുണ്ട്, മറ്റവർക്കും ഒരു ചാൻസ് വേണ്ടേ, ലെറ്റ് സംബഡി എൽസ് ഡു ഇറ്റ്. എല്ലാം ഞങ്ങൾ തന്നെ ചെയ്താൽ പിന്നെ പുറകെ വരുന്ന മറ്റുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് മറ്റാർക്കെങ്കിലും ആ ദൗത്യം ചെയ്യാനായിട്ടൊരു അവസരം ഞാൻ കൊടുത്തേക്കാം. ഇങ്ങനെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാതിരുന്നതാണ്, കാരണം തനിക്കൊരു അവസരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്ന് പ്രതികരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. പുരോഹിതനും ഒരുപക്ഷെ പറയാമായിരിക്കും ലേവ്യൻ പുറകെ വരുന്നുണ്ട്, അവൻ വേണ്ടത് ചെയ്തോളും, അവന് ഒരു അവസരം ആകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പുരോഹിതൻ പോയത്. ലേവ്യൻ വന്നപ്പോൾ എന്ത് പറഞ്ഞു കാണും, ഏതായാലും പുരോഹിതൻ ഇത് കണ്ടിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ ഞാനായിട്ട് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് അവര് ചെയ്തോളും ഇവര് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനും ഒഴികഴിവ് പറയാനും എളുപ്പമാണ് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നന്മ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് പാപമാണ്. അത് തിന്മ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഫെയിലിയർ ടു ഡു എ ഗുഡ് തിങ് ഈസ് ആസ് സിൻഫുൾ ആസ് ആക്ച്വലി ഡൂയിങ് എ ബാഡ് തിങ്. നന്മ ചെയ്യാനൊരു അവസരം നമ്മുടെ മുമ്പിൽ വന്നു, നമ്മളത് ചെയ്യുന്നില്ല, അത് വേറെ ആർക്കെങ്കിലും ആകട്ടെ എന്ന് വെച്ച് മാറ്റി വെക്കുമ്പോൾ നാം തിന്മ ചെയ്യുന്നതിന് തുല്യമാണ്. അതിന് വാക്യമുണ്ടല്ലോ, യാക്കോബ് 4:17. പാപത്തിന്റെ ഒരു നിർവചനം പോലെയാണ്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഇല്ല, ആർക്കും അറിയാൻ പാടില്ല, പുരോഹിതന് അറിയാൻ പാടില്ലേ, ലേവ്യന് അറിയാൻ പാടില്ലേ, മുറിവേറ്റ് കിടക്കുന്ന ആൾക്ക് സഹായം വേണം, കരുണ ചെയ്യണം. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് ആവശ്യത്തിലിരിക്കുന്നവർ ഒരു ശല്യമായിരിക്കും. അപ്പൊ അതാണ് ഈ പുരോഹിതനും ലേവ്യനും കാണിച്ചത്. ഇനി നമുക്ക് ശമരിയക്കാരനാണ് ഉള്ളത് വാസ്തവത്തിൽ. കാരണം കർത്താവ് ചോദിച്ചത് 3 പേരിൽ ആരാണ്, ഞാൻ 2 പേരെ കൂടെ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. കർത്താവ് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും അർത്ഥം കൽപ്പിക്കരുതെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ഉമ്മയിലുള്ള മറ്റു 2 ആളുകൾ, ഒരു ന്യായശാസ്ത്രിയുണ്ട്, ഒരു വഴിയമ്പലക്കാരനുണ്ട്. ഈ ന്യായശാസ്ത്രിയും വഴിയമ്പലക്കാരനെയും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ന്യായശാസ്ത്രിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായശാസ്ത്രി ആ രംഗത്തില്ല. ന്യായശാസ്ത്രി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ ഈ ഉപമ കർത്താവ് പറഞ്ഞത്. ന്യായശാസ്ത്രി ചോദിച്ചതും ന്യായശാസ്ത്രിക്ക് കാര്യം അറിയാൻ മേലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇതൊരു ചർച്ചാ വിഷയമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂട്ടുകാരൻ ആര് അറിയാൻ മേലാഞ്ഞിട്ടാണോ, ഇതൊരു കുടുക്ക് ചോദ്യം ചോദിക്കാനായിട്ട് നമ്മുടെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എടുക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു ടെൻഡൻസിയാണ് ഒരു ചർച്ചാ വിഷയമാക്കുക, ഒരു ഡിസ്കഷൻ നടത്തുക. ആരാണ് ഈ ന്യായശാസ്ത്രി എന്ന് ചോദിച്ചാൽ ന്യായപ്രമാണത്തിൽ വിദഗ്ധൻ ഒന്നാമത്, രണ്ടാമത് ദൈവശാസ്ത്രജ്ഞൻ, തിയോളജിയനാണ്, an expert in Old Testament law and he is a professional theologian. ദൈവശാസ്ത്രം കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്, വചനം കൃത്യമായിട്ട് പരിശോധിക്കുന്ന ആളാണ്, അത് കൃത്യമായിട്ട് ആചരിക്കേണ്ട ആളാണ്. പരിശോധിക്കുക മാത്രമല്ല, പരിശോധിച്ച കാര്യങ്ങൾ അനുവർത്തിക്കണം, ജീവിതത്തിൽ പകർത്തണം. ന്യായശാസ്ത്രിമാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ടപ്പോഴൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരുന്നു അറിയാമോ? നമ്മൾ വായിച്ചെടുത്തുണ്ടായിരുന്നു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരുവൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ എ മാൻ ഡു ടു ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്? യേശുവിനോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ഈ ന്യായശാസ്ത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വാക്യങ്ങൾ വായിപ്പിക്കാം. 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, 10:25. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷ. അപ്പൊ അറിയാൻ മേലാഞ്ഞിട്ടല്ല, യേശു എന്ത് ഉത്തരം പറയും എന്നറിയാനായിട്ടാണ്. 18:18 നോക്കിയാട്ടെ, ലൂക്കോസ് 18:18. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് എന്ത് ചെയ്യണം? മർക്കോസ് 10:17 ഇതേ ചോദ്യം കാണാം. മർക്കോസ് 10:17, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ. അപ്പൊ അത് രണ്ടും ഒന്നാണ്. മർക്കോസ് 10:17 ലൂക്കോസ് 18:18 ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. മത്തായി 19:16, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഇവരുടെ ചോദ്യം അപ്പോൾ എപ്പോഴും എന്താണ്? നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യാം? ഇവരല്ലേ അത് പറഞ്ഞു കൊടുക്കേണ്ടവര്? അവരാണോ പറയേണ്ടത്, യേശു ആണോ പറയേണ്ടത്? അവരാ പറയേണ്ടത് നിത്യജീവൻ അവകാശമാക്കുവാൻ. പക്ഷെ അവർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശു എന്ത് ഉത്തരം പറയും എന്നറിയാൻ കുടുക്ക് ചോദ്യം. അപ്പൊ കുടുക്ക് ചോദ്യക്കാരാണ് ഇവര്. നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട് ഇങ്ങനത്തെ, അല്ലെ? ചില എന്നോട് ഇങ്ങനെ ക്ലാസ്സൊക്കെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കഴിയുമ്പോ, എനിക്ക് വേണ്ടി അല്ല ഞാൻ ചോദിച്ചത്,
എന്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞായിരുന്നു, അപ്പൊ അവന് വേണ്ടിയാണ് എന്ന് പറയാറുണ്ട്. ഈ കുടുക്ക് ചോദ്യമായിട്ട് ചോദിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒരു വാദപ്രതിവാദം അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. യേശു ഒരു മറുപടി പറഞ്ഞിട്ട് വേണം എതിർവാദം അവർക്ക് ഉന്നയിക്കാനായിട്ട്. പക്ഷെ ഇവിടെ ഒരു എതിർവാദത്തിന് ചാൻസ് കിട്ടാത്ത തരത്തിലാണ് യേശു മറുപടി പറഞ്ഞതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഒരു വായടച്ചു കളഞ്ഞു. അത് യേശുവിന്റെ ജ്ഞാനമാണ്, യേശു ദൈവപുത്രനായതുകൊണ്ടാണ്. പക്ഷെ തോൽവി സമ്മതിക്കാതിരിക്കാനായിട്ടാണ് ഒരു ബൗദ്ധികമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇവൻ സന്നദ്ധനാകുന്നത്. ഇത് നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ചർച്ചകൾ നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യത്തിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും തന്ത്രം മെനയാറ്. അതിനെ ന്യായശാസ്ത്രി എടുത്തത്. കാര്യത്തിലേക്ക് വരാൻ വേണമെങ്കിൽ, പക്ഷെ കാര്യത്തിലേക്ക് വരാതിരിക്കുന്നതിന് അതൊരു ചർച്ചാ വിഷയമാക്കുന്ന ആളാണ് ന്യായശാസ്ത്രി. 10:29 വായിക്കുന്നുണ്ട്, അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട്. അറിയാൻ മേലാഞ്ഞിട്ടല്ല, അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ. അപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളെ തന്നെ നീതീകരിക്കുകയാണ്. അതെന്റെ കുഴപ്പമല്ല എന്ന് സ്ഥാപിക്കുകയാണ്. അവിടെ നമ്മൾ കരുണ വിട്ടുകളയുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. സഭകളും സംഘടനകളും ഒക്കെ they spend more time discussing rather than doing. ഈ ഡിസ്കഷൻ ഉപയോഗിച്ച സമയം ആ റോഡിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾക്ക് സഹായം ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പലപ്പോഴും ആളുകൾ തയ്യാറാകുന്നില്ല. ഞാൻ എപ്പോഴും പരാമർശിക്കാറുള്ള D.L. മൂഡി എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല, നടപടിയാക്കണം, ചെയ്യണം. എല്ലാവരോടും സുവിശേഷം പറയുന്നതിനെ കുറിച്ച് ഒരു ചർച്ചാ ക്ലാസ് വെച്ച് കളയാം. അതുകൊണ്ട് എന്താ കാര്യം? എല്ലാവർക്കും പറയണമെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി? പോയി പറഞ്ഞാൽ മതി. അദ്ദേഹം ചെയ്തത് ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയും എന്നൊരു തീരുമാനം എടുത്തു. അയാൾ 1000 പ്രസംഗിച്ചാലും ഒരാളോട് പറയാതെ ഉറങ്ങുകയല്ല, പേഴ്സണലായിട്ട് ഒരാളോട് പറയാതെ. അങ്ങനെ ഒരു തീരുമാനം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ നാടെന്നെ സുവിശേഷം. പക്ഷെ നമ്മൾ അതിനു പകരം ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നു, ക്ലാസ്സുകൾ നടത്തുന്നു. പലപ്പോഴും എന്റെ കൂട്ടുകാരൻ ആര് എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, അത് ഒരു ചർച്ചാ വിഷയം ആക്കിയിട്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളൊരു തന്ത്രം പല വിശ്വാസികളും പല മനുഷ്യരും ഉപയോഗിക്കാറുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ കേഴ്സ് ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അന്ധകാരത്തെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി കത്തിക്കാൻ പറ്റുമല്ലോ, അത്രയും അന്ധകാരം മാറി കിട്ടുമല്ലോ. അതിനു പകരം നമ്മൾ ഈ അന്ധകാരത്തിന്റെ കാഠിന്യത്തെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റുകയില്ല എന്നുള്ളതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ചർച്ച നമ്മെ തന്നെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയാണ്, ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ വാസ്തവത്തിൽ ഇദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നതും യേശു പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതുമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ കൂട്ടുകാരൻ ആരാണെന്നല്ല, എനിക്ക് ആരുടെ കൂട്ടുകാരനാകാൻ കഴിയും. കൂട്ടുകാരനാകാൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ന്യായശാസ്ത്രിയെ പോലെ നമ്മളും കുറെ കൽപ്പനകൾ അനുസരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അതുകൊണ്ട് ഇനി വേറെ പ്രശ്നമൊന്നും പേടിക്കാനില്ല. പറ്റിയാൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു മനോഭാവം മതിയോ? കൽപ്പന അനുസരിക്കേണ്ടെന്നല്ല പറഞ്ഞത്. അത് പറഞ്ഞല്ലോ, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും രണ്ടും വേണം. ഈ കൽപ്പനകൾക്ക് അനുസരിക്കണം, പക്ഷെ അത് കരുണ ചെയ്യാതിരിക്കാനായിട്ടുള്ളൊരു എക്സ്ക്യൂസ് അല്ല. പലപ്പോഴും വി ആർ കംഫർട്ടബിൾ സ്പെക്ടേറ്റേഴ്സ് ആൻഡ് നോട്ട് കൺസേൺഡ് പാർട്ടിസിപ്പൻസ്. കളി കാണുന്ന ആളുകളാണ്, കളിക്കറത്തിൽ ഇറങ്ങി കളിക്കാൻ നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന പല ആളുകളും, മിക്കവാറും ആളുകള് കളി കാണാനിരിക്കുന്നവരും കളി വിലയിരുത്തുന്നവരുമാണ്, കളിക്കാൻ ഇറങ്ങാറില്ല. പക്ഷെ കർത്താവ് പറഞ്ഞ കളി കണ്ടുകൊണ്ടിരിക്കാനല്ല, ഇറങ്ങി കളിക്കാനാണ് പറഞ്ഞത്. ബി എ സോൾജിയർ. ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീ എന്റെ കൂടെ കഷ്ടം സഹിക്കുക, ഒരു നല്ല കൃഷിക്കാരനാകുക, നല്ലൊരു അധ്വാനം ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമുക്ക് വഴിയമ്പലക്കാരനെയും ശമരിയക്കാരനെയും അടുത്തൊരു ക്ലാസ്സിൽ പരിശോധിക്കാം. ഇന്ന് പഠിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ ലേവ്യനെ പോലെയും പുരോഹിതനെ പോലെയും ന്യായശാസ്ത്രിയെ പോലെയും നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. അപ്പൊ അത് വേണ്ട എന്തെങ്കിലും തീരുമാനിക്കാമല്ലോ. ഇന്ന് എക്സ്ക്യൂസ് അല്ല വേണ്ടത്, ഇൻവോൾവ്മെന്റ് ആണ്. കരുണ കാണിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കണം. എന്നാൽ കഴിയുന്ന ഒരു കരുണ കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് മാറി കടന്നു പോകുന്നതിനേക്കാളും ചർച്ച ചെയ്യുന്നതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ടത്. ഈ ഉമ്മയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് കരുണ കാണിക്കുക, എന്റെ കൂട്ടുകാരൻ ആരാണെന്നുള്ളതാണ്, അല്ലാതെ സുവിശേഷം മുഴുവനല്ല. നമ്മുടെ ചുറ്റുപാടും കരുണ കാണിക്കാൻ ധാരാളം അവസരങ്ങൾ നമുക്ക് ഉണ്ട്, ഇല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ
ഒഴിഞ്ഞ് മാറി കടന്നു പോകാറുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കുറ്റബോധവും തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമുക്കും ഒന്ന് ഇൻവോൾവ് ചെയ്യണം. ഇൻവോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റുന്നത്, ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഒഴികഴിവ് പറയുന്നതിനേക്കാളും ചർച്ച ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്ന് ഈ ന്യായശാസ്ത്രിയും പുരോഹിതനും ലേവ്യനും നമ്മോട് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്വർഗ്ഗസ്ഥപിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് തരുന്ന നല്ല പാഠങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കരുണ കാണിക്കേണ്ട അനേകം അവസരങ്ങൾ കർത്താവ് ഞങ്ങളുടെ ചുറ്റും ഉള്ളപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കർത്താവ് ഞങ്ങളുടെ സ്വാർത്ഥപരമായിട്ടുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞ് കർത്താവ് അതിനെ ചർച്ചാ വിഷയം മാത്രമാക്കി മാറ്റുന്ന ഞങ്ങളുടെ പ്രവണതകളെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാഗത്തിലല്ല കരുണയിലാണ് അങ്ങ് പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞല്ലോ. അത് പഠിച്ച് കർത്താവ് അനേകരോട് കരുണ കാണിക്കുന്നവരും ഞങ്ങളുടെ അയൽക്കാരൻ ആരാണെന്നുള്ളത് കണ്ടെത്തുന്നവരുമായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.